പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം. എൻ്റെ പ്രിയമുള്ളവരെ, അഭിസംബോധന കർത്താവിരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ആര് കരുതും? നാളെ എങ്ങനെയാകും? നാളെ മുൻപോട്ട് എങ്ങനെ പോകും? സാഹചര്യങ്ങൾ മുഴുവനും പ്രതികൂലമാണല്ലോ, എങ്ങനെ ഇതിനെ തരണം ചെയ്യും എന്ന ആകുലതപ്പെട്ട് വേദനപ്പെട്ടിരിക്കുന്നവരാണോ? വിശുദ്ധ തിരുവെഴുത്തിൽ 34-ാം സങ്കീർത്തനം 10-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. പ്രൈസ് ദി ലോർഡ്. നാളത്തെ വിഷയങ്ങളിൽ വിചാരപ്പെട്ടും ആകുലപ്പെട്ടും എങ്ങനെയാകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ചിലരെ നോക്കിയാണ് പരിശുദ്ധാത്മാവ് ഈ തിരുവചനം പറയുന്നത്. ഒരിക്കലും ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുന്ന നമ്മുടെ ചുറ്റുപാട് മേഖലകളിലേക്ക് നോക്കിയാൽ ഇര പിടിക്കുന്ന ഏറ്റവും കരുത്തനായ ശക്തിയാർജിച്ച ഒരു കാട്ടുമൃഗങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ഒന്നാണ് സിംഹം എന്ന് പറയുന്നത്. അതിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുക്കൽ ഒരു ഇര വന്നാൽ അതിൻ്റെ ക്രാണശക്തി കൊണ്ട് ആ ഇര എന്ത് ചെയ്യും? അത് പിടിക്കുവാനിടയായിത്തീരും. എൻ്റെ അറിവിൽ ഒരു 90% മുകളിലും സിംഹങ്ങളും സിംഹികളും ഇരയില്ലാതെ വിശന്നിരിക്കുന്ന ഒരു സാഹചര്യം വരാറില്ല. പക്ഷെ ബൈബിൾ പറയുകയാണ്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരുന്നാലും ദൈവത്തിന് സ്തോത്രം, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ബാലസിംഹങ്ങൾ ഇര കിട്ടാതിരിക്കത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. അഥവാ അങ്ങനെ ഉണ്ടായാൽ പോലും യഹോവയെ അന്വേഷിക്കുന്ന ഒരു ഭക്തനാണോ താൻ? യഹോവയെ അന്വേഷിക്കുന്ന ഒരു ദൈവ മനുഷ്യനാണോ താങ്കൾക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഈ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഉപവാസത്തിന് ഉപവാസമുണ്ട്, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയ്ക്ക് കൂട്ടായ്മയുണ്ട്, നന്മ കൊടുക്കുന്നതിൽ മുൻപന്തിയിലാണ്. പക്ഷേ നന്മയ്ക്ക് ഒരു വ്യത്യാസം വരുന്നില്ല, നന്മ ഉണ്ടാകുന്നില്ല, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. പല കണക്കുകൂട്ടലുകളും പലപ്പോഴും തെറ്റിപ്പോവുകയാണ്. പ്രാർത്ഥിക്കാൻ പോലും മനസ്സിലാതെ ഇരുന്നു പോവുകയാണ്. വചനം പരിശുദ്ധാത്മാവിൽ പറഞ്ഞു, ദൈവത്തെ അന്വേഷിക്കുന്നതിന് എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ പ്രാർത്ഥന കുറവല്ല, ഉപവാസക്കുറവല്ല, പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം, സ്തോത്ര കാഴ്ച കൊടുക്കുന്ന കുറവിനല്ല പ്രശ്നം. ഇവയൊക്കെ ഉണ്ടാകുമ്പോഴും യഹോവയെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. അപ്പൊ എങ്ങനെ അന്വേഷിക്കുന്നതെന്നാണ്. പ്രാർത്ഥനയല്ലേ അന്വേഷിക്കുന്നത്? കൂട്ടായ്മയ്ക്ക് പോകുന്നതല്ലേ അന്വേഷിക്കുന്നത്? കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് കൂട്ടായ്മയ്ക്ക് പോകുന്നത്. എന്നാൽ ഒരു കാലഘട്ടം പഴയ പിതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയും, കൂട്ടായ്മകൾക്ക് തേടി പിടിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, സാഹചര്യങ്ങളെ നോക്കാതെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ വിശ്വതരം വണ്ടിയില്ലാത്തടുത്ത്, വഴിയില്ലാത്തടുത്ത്, ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വെട്ടമില്ലാത്തടുത്ത് യഹോവയെ അന്വേഷിക്കാൻ അവർ നെഞ്ചും നെറ്റിയും കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരുടെ തലമുറകളെ ആത്മീക ഭൗതിക മേഖലകളിൽ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് ദൈവത്തിന് ഇഷ്ടം. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നിട്ടും, സാഹചര്യങ്ങളെല്ലാം വളരെ സാധ്യതകൾ തുറന്നു വന്നിട്ടും, വാഹനത്തിന് വാഹനം, ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും വാഹനം, ദൈവത്തിന് സ്തോത്രം, വളരെ അടച്ച് ഉറപ്പുള്ള ഭവനം, ദൈവത്തിന് സ്തോത്രം, നല്ല വെട്ടം, എല്ലാം തന്നിട്ടും പ്രാർത്ഥനയ്ക്കോ അന്വേഷണത്തിനോ ദൈവത്തെ അന്വേഷിക്കാൻ പോകുന്നതിനോ കുറവ് വരുത്തിയിരിക്കുക, നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാ. പ്രിയമുള്ളവരെ, നമ്മുടെ സകല ടെൻഷനുകളും സകല തിരക്കുകളും മാറ്റിവെച്ച് യഹോവയെ അന്വേഷിക്കുന്നതിന് വേണ്ടി യഹോവയുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുന്നില്ല. എവിടെയെങ്കിലും മുടക്കം വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും മുടങ്ങുന്നുണ്ടോ? എവിടെയെങ്കിലും സാലറി മുടങ്ങുന്നുണ്ടോ?
എവിടെയെങ്കിലും നന്മ മുടങ്ങിപ്പോകുന്നുണ്ടോ? എവിടെയെങ്കിലും സന്തോഷം മുടങ്ങിപ്പോകുന്നുണ്ടോ? യഹോവയെ അന്വേഷിക്കുന്നത് എവിടെയോ താളപ്പിഴകൾ സംഭവിച്ചു കഴിഞ്ഞോ? എവിടൊക്കെയോ പ്രതിസന്ധികൾ സംഭവിച്ചു കഴിഞ്ഞോ? തിരിച്ചു വരാം ദൈവത്തിങ്കിലേക്ക്, ദൈവത്തിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കാം. കർത്താവേ, ഞാൻ തെറ്റിപ്പോയി എന്ന് പറയാം. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്ന എവിടെ കുറവ് സംഭവിച്ചു പോയി. ബാലസിംഹങ്ങൾ വീരവിട്ടാതെ വിശന്നിരുന്നാലും ദൈവവചനം പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെങ്കിൽ എന്റെ നന്മ മുടങ്ങിപ്പോയത് ദൈവത്തെ അന്വേഷിക്കുന്നതിന് എവിടെയോ കുറവ് വന്നുപോയി. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് മടങ്ങി വരാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് വരാം. നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവിനെ നമുക്കൊന്ന് അന്വേഷിക്കാം. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നമുക്ക് ഓടാം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.